ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഈ സർവേയിൽ പങ്കെടുത്ത 50% ആളുകളും രാഹുൽ ഗാന്ധിയുടെ പ്രകടനം മികച്ചതാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഏറ്റവും മികച്ച നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ആണെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നു. ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യനായ നേതാവ് രാഹുൽ ഗാന്ധി ആണെന്നാണ് 23.9% പേർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ആഗസ്റ്റിൽ നടത്തിയ സർവേയിൽ കൂടുതൽ മികച്ചത് എന്ന അഭിപ്രായം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ സർവേ ഫലപ്രകാരം 28.2% ആളുകളാണ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും അനുയോജ്യനെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജിയാണ് രണ്ടാമത് നിൽക്കുന്നത്. 7.7% പേരാണ് മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ, പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് മമതാ ബാനർജിക്ക് പിന്നിലായി നിൽക്കുന്ന മറ്റ് നേതാക്കന്മാർ. അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി യോഗ്യനല്ലെന്ന് അഭിപ്രായപ്പെട്ടത് 15% ആളുകളാണ്. അടുത്ത പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായി സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഒരാളെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി ഇനിയും പ്രധാനമന്ത്രിയാകണമെന്ന് തന്നെയാണ് 52% ആളുകൾ പറയുന്നത്. 25% പേർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മോദിയുടെ ജനപ്രീതിയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെന്നാണ് സർവേയിൽ കാണാൻ കഴിയുന്നത്. ഫെബ്രുവരിയിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ 54.9% പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്ത തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ യോഗ്യൻ എന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ പുതിയ സർവേയിൽ അത് 52% കുറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദി എത്തണമെന്ന് 51.5% പേരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് 24.7% പേരും അഭിപ്രായപ്പെടുന്നു. NDA സർക്കാരിൻ്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ വിലയിരുത്തുന്നു. ഇത്തവണ 52.4% ആളുകളാണ് NDAയുടെ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയത്. ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ ഇത് 62.1%. 6 മാസത്തിനിടെ രേഖപ്പെടുത്തിയത് 10% കുറവാണ്. 15.3% പേരും സർക്കാരിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ലെന്ന് വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ഇത് 8.6%. സർവേയിൽ പങ്കെടുത്തവരിൽ 2.7% പേർ സർക്കാരിൻ്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാനും തയ്യാറായി. സർവേയിൽ പ്രതികരിച്ചവരിൽ 34.2% പേർ പ്രധാനമന്ത്രിയുടെ 3ാം ടൈമിലെ ഇതുവരെയുള്ള പ്രകടനത്തെ മികച്ചത് എന്നാണ് റേറ്റ് ചെയ്തത്. ഫെബ്രുവരിയിലെ സർവേയിൽ 36.1% പേർ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു. ഇത്തവണ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് 23.8%. 12.7% ആളുകൾ പറയുന്നത് മോദിയുടെ പ്രകടനം ശരാശരി മാത്രം ആണെന്നാണ്. 12.6% ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്ന് തന്നെയാണ് അഭിപ്രായം. മോദിയുടെ പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 13.8% ആളുകളാണ്. സർവേയിൽ രാഹുൽ ഗാന്ധിക്ക് നേരിയ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഒരു ഭരണമാറ്റം നടത്താൻ വേണ്ടുന്ന രീതിയിൽ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നത്.